ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാന രാഷ്ട്രീയ നേതാക്കളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ ബംഗ്ലാദേശിലെ ഈദ് വിപണിയിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അതെങ്ങനെയെന്ന് ചിന്തിക്കാൻ വരട്ടെ, ഈ പേരുകളിൽ ഇപ്പോൾ അവിടെ അറിയപ്പെടുന്നത് സാക്ഷാൽ ലോക നേതാക്കളല്ല, മറിച്ച് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന രണ്ട് ഭീമൻ പോത്തുകളാണ്. ബംഗ്ലാദേശിൽ ബലിപെരുന്നാൾ അടുത്ത് നിൽക്കെ കേവലം ശരീരവൽപ്പം കൊണ്ടല്ല, മറിച്ച് ഈ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള രൂപസാദൃശ്യവും പേരും കൊണ്ടാണ് ഇവ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ബംഗ്ലാദേശിലെ ധാക്കയ്ക്കടുത്തുള്ള നാരായൺഗഞ്ചിലെ ഫാമുകളിലാണ് ഈ രണ്ട് വിചിത്ര താരങ്ങളുള്ളത്. ഇതിൽ ആദ്യത്തെ ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പേരിട്ടിരിക്കുന്ന പോത്ത്. ഏകദേശം 700 കിലോഗ്രാം ഭാരമുള്ള ഈ ആൽബിനോ പോത്തിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഐക്കോണിക് ഹെയർ സ്റ്റൈലിനോടുള്ള സാമ്യമാണ് ഈ പേര് വീഴാനുള്ള കാരണം. വിളറിയ ചർമ്മവും ഇളം നിറത്തിലുള്ള രോമങ്ങളും ഇതിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ദി ഇൻഡിപെൻഡന്റ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ട്രംപിനെ കാണാൻ ഫാമിലേക്ക് ആളുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശി പത്രമായിട്ടുള്ള പ്രോഥം അലോ രസകരമായുള്ള മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പോത്തിന് ട്രംപിന്റെ രൂപമുണ്ടെങ്കിലും യഥാർത്ഥ ട്രംപിനെ അപേക്ഷിച്ച് വളരെ ശാന്തനും സൗമ്യനുമാണ് ഈ മൃഗമെത്രേ. ഫാം ഉടമയായിട്ടുള്ള സിയാവുദ്ദീൻ മൃധ ദി ബിസിനസ് സ്റ്റാൻഡേർഡിനോട് പറഞ്ഞത് തന്റെ ഇളയ സഹോദരനാണ് പോത്തിന്റെ രൂപസാദൃശ്യം കണ്ട് ആദ്യമായി ഈ പേര് നൽകിയത് എന്നാണ്. ആൽബിനോ പോത്തുകൾ പൊതുവെ ശാന്തപ്രകൃതക്കാരാണെന്നും പ്രകോപിപ്പിച്ചാൽ മാത്രമേ പ്രശ്നക്കാരാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈദ് ആഘോഷങ്ങൾക്കായി ഈ പോത്തിനെ ഇതിനകം തന്നെ വിറ്റ് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഡൊണാൾഡ് ട്രംപ് എന്ന പോത്തിനെ ഇതിനകം തന്നെ വിറ്റ് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി രണ്ടാമത്തെ താരത്തിലേക്ക് വരാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേരിലുള്ള ഈ പോത്തും നാരായൺഗഞ്ചിൽ തന്നെയാണ് ഉള്ളത്. എന്നാൽ ശാന്തനായ ട്രംപ് പോത്തിനെ പോലെയല്ല ഈ നെതന്യാഹു പോത്ത്. വളരെ ആക്രമണോത്സുകനായ പ്രകൃതക്കാരനാണ് ഈ നെതന്യാഹു. 750 കിലോഗ്രാമിലധികം ഭാരമുള്ള ഈ പോത്ത് എപ്പോഴും ഉച്ചത്തിൽ ചീറുകയും കൈകാര്യം ചെയ്യുന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവചനാതീതമായ സ്വഭാവക്കാരനാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു പ്രാദേശിക ഫാം മാനേജർ ഈ മൃഗത്തെ വിശേഷിപ്പിച്ചത് വളരെ കുസൃതി നിറഞ്ഞതും ഒപ്പം വക്രബുദ്ധിയുള്ളതുമായിട്ടുള്ള ഒന്നായിട്ടാണ്. ഈ വിശേഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചിരികൾക്കും ചർച്ചകൾക്കും ഒക്കെ വക നൽകിയിട്ടുണ്ട്. ഈദ് അടുത്തതോടെ ബംഗ്ലാദേശിലാകെ ഈ രണ്ട് പോത്തുകളും വൈറൽ ആകർഷണമായി മാറിയിരിക്കുകയാണ്, സൂപ്പർ സ്റ്റാറുകളായി മാറിയിരിക്കുകയാണ്. ഈ മൃഗങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനും അവർക്കൊപ്പം സെൽഫി എടുക്കാനുമായി ഫാമുകളിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ്. ലോക നേതാക്കളുമായിട്ടുള്ള ഈ താരതമ്യം തികച്ചും യാദൃശ്ചികമാണോ അതോ അവരുടെ യഥാർത്ഥ സ്വഭാവവുമായി ഇതിന് കൃത്യമായി സാമ്യമുണ്ടോ എന്ന രസകരമായിട്ടുള്ള ചർച്ചയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ. ഏതായാലും ആഗോള രാഷ്ട്രീയം ഗ്രാമീണ വിപണിയിൽ ഇത്രത്തോളം കൗതുകം നിറയ്ക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. ബംഗ്ലാദേശ് ഗ്രാമീണരുടെ രസകരമായിട്ടുള്ള ഈ സംഭവം ഈ വർഷത്തെ ഈദ് ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേക വർണ്ണം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്.